അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം വായിച്ച് മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്, ഒരാൾ യാത്രക്കിടയിൽ രണ്ട് ആളുകളെ കണ്ടുമുട്ടുന്നു. ഒരാൾ തൻ്റെ വയറു വേദനിച്ച് വയറിൽ തടവിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അയാൾ പറഞ്ഞു, ഞാൻ കഴിച്ച ഭക്ഷണം അല്പം ഏറിപ്പോയി, അതിൻ്റെ പ്രയാസത്തിലാണ് ഞാൻ എൻ്റെ വയറിൽ തടവിക്കൊണ്ടിരിക്കുന്നത്. ആ സഹോദരൻ കണ്ട മറ്റേ സഹോദരനോട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അദ്ദേഹവും പറഞ്ഞു, വയറ് വേദനിച്ചിട്ടാണ് ഞാൻ തടവിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടല്ല അദ്ദേഹത്തിൻ്റെ വയറിൽ തടവുന്നത്. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിലുള്ള പ്രയാസവും വേദനയുമാണ് അദ്ദേഹത്തിൻ്റെ വയറിൽ അദ്ദേഹം തടവിക്കൊണ്ടിരിക്കാനുള്ള കാരണം. നോക്കൂ, ആദ്യത്തെ ആൾ അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം അപരന് നൽകിയിരുന്നുവെങ്കിൽ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. ഇന്നും ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി മണിക്കൂറുകളോളം കൈക്കുഞ്ഞുങ്ങളുമായി ക്യൂ നിൽക്കുന്ന ഉമ്മമാരെയും അമ്മമാരെയും നാം കണ്ടിട്ടുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളുടെ ഗേറ്റുകൾ തുറക്കുമ്പോൾ തിക്കിത്തിരക്കി ഒരു പാക്ക് റൊട്ടി കഷ്ണത്തിനു വേണ്ടി, ഒരു പാക്ക് റൊട്ടിക്ക് വേണ്ടിയൊക്കെ തിരക്ക് കൂട്ടുന്ന അവർ യഥാർത്ഥത്തിൽ വിശപ്പിൻ്റെയും പ്രയാസത്തിൻ്റെയും കാഠിന്യം അറിഞ്ഞവരാണ്. ഇവിടെ വിശ്വാസികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പാഠങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളുടെ ലക്ഷണമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള ചില വചനങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഈ വിഷയത്തിൽ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സ്വന്തം ഭക്ഷണത്തിന് ആഗ്രഹമുണ്ടായിരിക്കെ തന്നെ പാവങ്ങൾക്കും അഗതികൾക്കും ബന്ധനസ്ഥരായ ആളുകൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്നവർ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നരകത്തിൽ കിടക്കുന്ന ആളുകൾ നരകത്തിൽ പോകാനുണ്ടായ കാരണം എണ്ണിപ്പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. അവർ നമസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല, അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല. മതനിഷേധികളുടെ സ്വഭാവം എണ്ണി പറയുമ്പോഴും ഖുർആൻ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. സത്യവിശ്വാസികൾ ജീവിതത്തിൽ താണ്ടിക്കടക്കേണ്ടുന്ന പ്രയാസകരമായ പാതകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫഖ്ഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. പ്രയാസമുണ്ടായിരിക്കുന്ന സമയത്ത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതാണ് മലമ്പാത താണ്ടിക്കടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വിശദീകരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖിയാറുക്കും മിൻ അത്അമത് ത്വആം. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് അത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അവൻ മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സ്വർഗവാസികളായ ആളുകളുടെ ലക്ഷണങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളിലും നമുക്ക് കാണാം, വഅത്അമത് ത്വആം, അവർ ഭക്ഷണം നൽകുന്നവരാണ് എന്ന്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഖുർആൻ വചനങ്ങളിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് പ്രോത്സാഹനജനകമായും സ്വർഗപ്രവേശനത്തിൻ്റെ കാരണമായിക്കൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒരു പാവപ്പെട്ടവൻ്റെ വിശക്കുന്നവൻ്റെ വിശപ്പിനെ അവഗണിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോമ്പ് പോലെയുള്ള ആരാധനകളിലൂടെ നാം മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും മറ്റുള്ളവൻ്റെ വിശപ്പ് കൂടിയാണ്. അതിനാൽ നാം ഭക്ഷണം പാഴാക്കാതിരിക്കുക. കഴിക്കുന്ന ഭക്ഷണം നമ്മൾ മറ്റുള്ളവൻ്റേതു കൂടിയാണ് എന്ന ഓർമ്മയോടുകൂടി നമ്മൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ മറ്റുള്ളവർക്ക് കൂടി ഒരു പങ്ക് കണ്ടെത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.